ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും കാരുണ്യവും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷകളിലേക്കും സഭയുടെ പഠനങ്ങളിലേക്കും നമ്മൾക്ക് കടക്കാം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയെ വണങ്ങുന്നതിനായി തിരുസഭ മാതാവിൻ്റെ സ്വർഗാരോപണവും മാതാവിൻ്റെ ജന്മദിനവും നോമ്പെടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ 15 നോമ്പിലാണ്. പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് ചില പാപ്പാമാർ പരിശുദ്ധ അമ്മയെ വണങ്ങുന്നതിനായി കൂടുതൽ ഉത്സാഹം കാണിക്കുകയും മരിയഭക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 12-ാം പീസ് മാർപ്പാപ്പയുടെ കാലത്താണ് കൂടുതലായി മരിയഭക്തി വർദ്ധിച്ചത്. ലിയോ 13-ാം മാർപ്പാപ്പയും വിശുദ്ധ 10-ാം പീസ് മാർപ്പാപ്പയും 11-ാം പീസ് മാർപ്പാപ്പയും 9-ാം പീസ് മാർപ്പാപ്പയുടെയും കാലത്ത് മരിയഭക്തി വളരെയേറെ പ്രചരിച്ചു. എന്നാൽ അത് അമിതമായ ഒരു ഭക്തി പാരവശ്യമായി തീർന്നോ എന്നൊരു സംശയം സഭയ്ക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭക്തിയുടെ എല്ലാം കണക്കിലെടുത്ത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡിക്രിയിൽ അവസാന ഭാഗത്ത് മരിയഭക്തിയെക്കുറിച്ച് വളരെ ബഹുമാന പുരസ്കരം നമ്മോട് സംസാരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞു വെക്കുക, മറിയത്തോടുള്ള ഭക്തി ഈശോയിലേക്ക് അടുക്കുന്നതായിരിക്കണം. മറിയം ഒരു സൃഷ്ടി മാത്രമാണെന്നും സൃഷ്ടിക്ക് വണക്കമാണെന്നും ദൈവത്തിന് ആരാധനകളാണ് അർപ്പിക്കേണ്ടതെന്നും വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഈശോയിലേക്ക് ചെന്നെത്തുന്നതായിരിക്കണം. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാരൊക്കെ പറഞ്ഞു വെച്ചത്, ഒന്ന് നമസ്കാരത്തിൽ മരിയഭക്തി വർദ്ധിക്കുന്നതിലുപരിയായിട്ട് ബൈബിളിൻ്റെ പൂർണ്ണ രൂപമാണ് നമ്മൾ പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നത്. അപ്പോൾ ഈശോയുടെ ജനനവും പീഡാസഹനവും ഈശോയുടെ പരസ്യ ജീവിതവും അത്ഭുത പ്രവർത്തനങ്ങളും സ്വർഗാരോപണവും ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് കടന്നു വരുന്നതും സഭയിലുണർന്ന പ്രവർത്തനങ്ങളുമെല്ലാം നമ്മൾ കൊന്ത നമസ്കാരത്തിൽ പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ജപമാല രഹസ്യങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈശോയിലേക്കാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് കൂടുതലായി നമുക്ക് എടുക്കാം. കാരണം ദൈവത്തെ ആരാധിക്കുമ്പോൾ മാതാവിനുള്ള വണക്കം നമ്മൾ കൂടുകയാണ് ചെയ്യുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാനസനിൽ മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കാപ്പിൽ ഞങ്ങളുടെ യുവതി യുവാക്കളെ അവിടുന്ന് പ്രത്യേകമായി പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. രോഗികളായിരിക്കുന്നവരും അപകടത്തിലായിരിക്കുന്നവരും അമ്മയുടെ സന്നിധിയിൽ അനേകരെ കടന്നു വന്ന് മധ്യസ്ഥം അപേക്ഷിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും അമ്മ സൗഖ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അമ്മ തിരുക്കുമാരിലൂടെ സൗഖ്യം വാങ്ങിച്ചു കൊടുക്കുന്ന വലിയ പദ്ധതിയെ ഓർത്ത് പരിശുദ്ധ അമ്മയെ ഞങ്ങൾ വണങ്ങുകയും ത്രിയേക ദൈവത്തിന് ഞങ്ങൾ ആരാധന അർപ്പിക്കുകയും ചെയ്തു. അതാ ഞങ്ങളെയും വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ. എല്ലാവരും വിശുദ്ധിയിലും സമാധാനത്തിലും അതുപോലെ സന്മാർഗത്തിലും ജീവിക്കാൻ തക്കവിധം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.